ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇതാ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ലോഗാണ്. ഒരു ചെറിയ ഉച്ചയൂണാണ് നമ്മളിവിടെ കാണിക്കുന്നത്. യൂഷ്വലി നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറികളെ ഒരു വീഡിയോ എടുത്ത് കാണിക്കുവാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാഷനാണ് കേട്ടോ. ഞാൻ ബൈ പ്രൊഫഷണൽ ടീച്ചറാണെങ്കിലും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ വീട്ടിലുള്ള എല്ലാ കുക്കിങ്ങും ചെയ്യുന്ന ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിങ്ങിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഒരു ഒരു ചെറിയ മെനു ആണ്. അപ്പോൾ അതിൽ ആദ്യം എന്ന് പറയുന്നത് കോവയ്ക്ക മെഴുക്കുരുട്ടിയാണേ. സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കോവയ്ക്ക മെഴുക്കുരുട്ടി ഞാനും ഉണ്ടാക്കണേ. കുറച്ച് എണ്ണ വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി അതിനകത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ കോവയ്ക്കയും സവാളയും ഇട്ടിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് കാന്താരി മുളക് കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് രുചിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിടിച്ച കാന്താരി മുളക്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ തട്ടിപ്പൊത്തി അങ്ങ് വെക്കും. എൻ്റെ അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കറികളൊക്കെ പെട്ടെന്ന് വേവണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ആവി കയറി വേവാനാണെങ്കിൽ തട്ടിപ്പൊത്തി വെക്കണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നോക്കിക്കേ, അടുത്തതെന്ന് പറയുന്നത് കോവയ്ക്ക റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഞാൻ മീൻ വറുക്കാനായിട്ട് വയ്ക്കുക. ചാളമീനാണ്. അപ്പോൾ അത് നമ്മൾ ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് കറിവേപ്പില ഇട്ടിട്ടാണ് യൂഷ്വലി ഉണ്ടാക്കുന്നത് ഇതിൽ. കാരണം ഈ നല്ലൊരു മണമൊക്കെ കിട്ടുമല്ലോ, ടേസ്റ്റും കിട്ടും. അപ്പോൾ അങ്ങനെ മീൻ വറുക്കാൻ വെച്ച് മക്കൾക്ക് മാത്രം മതി കേട്ടോ വറുത്ത മീൻ. വേറെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വറുത്ത മീൻ യൂഷ്വലി കഴിക്കാറില്ല. അപ്പം ഇതാ ഇവിടെ രണ്ട് സൈഡ് ബൈ സൈഡായിട്ട് ഇവിടെ കോവയ്ക്ക മെഴുക്കുരട്ടിയും മീൻ വറുത്തതും റെഡിയാവുക. അങ്ങനെ ഞാനിങ്ങനെ മീൻ വറുത്തത് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു. സൈഡിൽ കോവയ്ക്ക മെഴുക്കുരട്ടി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ സൈഡ് ബൈ സൈഡ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത കറികളുടെ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്കൊരു കസിനുണ്ട്, ആളുടെ പേര് മന്യ. പുള്ളിക്കാരി എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സഹായിച്ചു തരുന്നത്. അപ്പം അടുത്ത നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. ചില നാടുകളിൽ പുളിശ്ശേരി എന്ന് പറയും, ചിലയിടങ്ങളിൽ മോരുകറി എന്ന് പറയും. നമ്മുടെ ഈ കൊല്ലം സൈഡിലൊക്കെ പുളിശ്ശേരി എന്നാണ് പറയുന്നത്. പുളിശ്ശേരിയുടെ അരപ്പൊക്കെ ഞാൻ ഓൾറെഡി അരച്ചിനകത്ത് ചേർത്തിട്ടാണ് കാണിക്കുന്നത്. വീഡിയോ ഒരുപാട് ലോങ്ങായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തേങ്ങയും ജീരകവും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് അരച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അരച്ച് അരപ്പ് റെഡിയാക്കി തൈരുമായിട്ട് ഇട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ കാണിക്കുന്നത്. ഇനി അടുത്ത് അതിന് വേണ്ടി താളിക്കാൻ പോവുക. താളിക്കുക, കടുവറുക്കുക എന്നൊക്കെ പറയും പല നാടുകളിൽ. സോ നമ്മൾ താളിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നു, കടുക് ഇടുന്നു, പച്ചമുളക് ഇടുന്നു. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇതിലേക്കിടുന്നു. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് പുളിശ്ശേരി ഒഴിച്ച് ചൂടാക്കി ചൂടാക്കി എടുക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മളെ ഓൾറെഡി നമ്മളിപ്പം രണ്ട് മെനു ആയി. ഇത് മൂന്നാമത്തെ മെനു ആണ്. നമ്മുടെ മീൻ വറുത്തതും കോവയ്ക്ക മെഴുക്കുരട്ടിയും പുളിശ്ശേരിയുമായി. ചിലരെങ്കിലും ചിന്തിക്കാം, ഇത്രയും കറികളൊക്കെ വെച്ചിട്ടാണോ ഇവരെന്നും ഉച്ചയൂണ് തയ്യാറാക്കുന്നതെന്ന്. ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് കറികളുടെ എണ്ണം വളരെ കുറവാകും. പക്ഷേ നമ്മൾ സാധാരണ എല്ലാ ശനിയാഴ്ചകളും ഞായറാഴ്ചകളും നമ്മൾക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ മീൻ കൊണ്ടുവരികയോ ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന മീനിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അതിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചീനി കിട്ടും, ചിലപ്പോൾ ചക്ക കിട്ടും. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളല്ലാതെ നോർമലി നമ്മുടെ വീട്ടിൽ ഇത്രയും കറികളൊക്കെ സാറ്റർഡേയ്സിനും സൺഡേയ്സിനും കാണാറുണ്ട് കേട്ടോ. അപ്പം അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയർ തോരനാണ് കേട്ടോ. പയർ തോരൻ എന്ന് പറയുന്നത് നമ്മുടെ നീളം പയറില്ലേ, അതിനെ കുഞ്ഞായിട്ട് അരിഞ്ഞ് സവാളയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതിന് തോരൻ വെക്കാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി കടുക് വറുത്തു. നേരത്തെ വറുത്ത കടുക് വറുത്ത കണക്ക് തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ എണ്ണ ഒഴിച്ചു, കടുകിട്ട് വറ്റൽമുളക് ഇട്ട് കരിവേപ്പില ഇട്ടിട്ട് ഞാൻ ഈ പയറും സവാളയൊക്കെ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഉപ്പിട്ടിട്ട് വഴറ്റുന്നുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ വഴണ്ടി വരുന്ന നേരം കൊണ്ട് ഞാൻ തോരനുള്ള തേങ്ങയും അരപ്പുമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്നായിട്ട് ഇളക്കി അതും നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് ചേർത്ത് ഒതുക്കി വെച്ച് കൊടുക്കുമ്പോൾ അതും പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. പെട്ടെന്ന് അതിനകത്ത് ആവി കയറുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ സൈഡിൽ അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കാന്താരി മുളക്. ഇന്നത്തെ നമ്മുടെ താരം കാന്താരി മുളകും കരിവേപ്പിലയാണ് കേട്ടോ. ഞാൻ ഒരുപാട് കരിവേപ്പില ആഡ് ചെയ്യുന്ന ആളാണ്. സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞാനിങ്ങനെ കരിവേപ്പില സൈഡിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് തന്നെ വെച്ചേക്കും. അടുത്ത നമ്മുടെ മീൻകറിയാണ്. അപ്പോൾ തോരന് റെഡിയായിട്ട് ഞാൻ സൈഡിലേക്ക് ഒതുക്കി വെച്ചു. അടുത്ത മീൻകറിയുടെ അരപ്പ് റെഡിയാക്കുമായിരുന്നു. അപ്പം ഇതാണ് അരപ്പ്. അരപ്പിൽ ഞാൻ സാധാരണ നമ്മൾ പച്ചത്തേങ്ങ അരച്ച് വയ്ക്കുന്ന മീൻകറിയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ചെറിയ ഉള്ളി, പുളി, ഒരു കഷ്ണം പുളി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് അരപ്പ് നന്നായിട്ട് അരച്ച് മീൻകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ചട്ടിയിലൊക്കെ തന്നെയാണ് മീൻകറി വയ്ക്കുന്നത്. മീൻകറി തിളച്ച് വരുമ്പോഴത്തേക്കുള്ള എൻ്റെ ടിപ്പ് ഞാൻ ഫോളോ ചെയ്യുന്നത് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ നോക്കിക്കേ, നമ്മളെ ഊണ് റെഡിയാവുന്ന
കഴിക്കുന്ന സമയത്ത് നമുക്കൊരു അതിഥി കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ തുറിച്ച് നോക്കിയിരിക്കുക ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ. ആൾ കാത്തിരിക്കുന്നത് ഉച്ചയൂണിനാണ് കേട്ടോ. നമ്മുടെ ഊണ് റെഡിയാകുമ്പോൾ പുള്ളിക്കാരനും ഊണ് കാത്ത് ഇങ്ങനെ വന്നിരിക്കും. എന്നും ഉണ്ടാവും ഈ അതിഥി. അപ്പോൾ എന്ത് നമ്മുടെ മെനു എന്താ? കോവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, പുളിശ്ശേരി, മീൻകറി, പയറ് തോരൻ, പിന്നെ ചോറ്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ വിളമ്പുവാണേ. അപ്പം ഞാൻ അധികം ചോറ് കഴിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചോറ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഡയറ്റിൽ ചോറിൻ്റെ റോളെന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ബാക്കി കറികളെല്ലാം കുറേശ്ശെ എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട്. തോരനും മീൻ വറുത്തതും നമ്മുടെ പുളിശ്ശേരിയും അതുപോലെ തന്നെ മീൻ കറിയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നവർ മിസ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ ഈ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസമോ 2 ദിവസമൊക്കെയാണ് നമുക്ക് ചൂടോടുകൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ഈ ചോറും കറികളെല്ലാം കൂടി അത് കാണില്ല. ഈ തക്കാളി നമ്മൾ ഈ മീൻ കറിയിൽ സാമ്പാറിലൊക്കെ കിടക്കുന്ന തക്കാളി കുഴച്ചതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി കുഴച്ച് ഒരു ഉരുള തിന്നപ്പോൾ ഉള്ള ഒരു സമാധാനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊരു പേജ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ടേസ്റ്റ് ആൻഡ് ടേൽസ് ബൈ ഷാലി ശ്രീകുമാറിന്. എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക. യൂട്യൂബിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.